ഹാങ്ങിങ് ബ്രിഡ്ജ് കയറുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം, ആടുന്നുണ്ട് കേട്ടോ. പേടിയുള്ളവർ പെട്ടെന്ന് കയറാൻ പാടില്ല. ഇതുണ്ടോ ഈ വ്യൂ? ഒരു രക്ഷയില്ല, എന്താ പറയുക, നഷ്ടമില്ല കേട്ടോ. ഇങ്ങോട്ട് വന്നതിനുള്ള ഒരു നഷ്ടമില്ല, അത്രയും നല്ല വ്യൂ. ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് കൂടെ നമുക്ക് ഇത് കണ്ടോ, ദൂരെ ഈ വഴി പുഴ കടന്നു വരുന്നത് കണ്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ദൗക്കിയൊക്കെ കണ്ടു, ബോർഡറൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളിപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബംഗ്ലാദേശിൽ നിന്ന് കയറിയിട്ട് വന്നു. വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ സന്തോഷം, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് തീർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ ബോർഡറിൽ നിന്ന് നേരെ ഇവിടെ അടുത്ത് നമ്മുടെ ജോവൈ വഴിയാണ് ഞങ്ങൾക്കിപ്പോൾ നെക്സ്റ്റ് ഡേ ഫ്ലൈറ്റാണ് എനിക്ക്. അപ്പോൾ ഇനി തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തുള്ള ഒരു വാട്ടർഫാൾ കൂടി ഉണ്ട് ഇവിടെ, ക്രാങ്ഷുരി എന്ന് പറഞ്ഞിട്ട്. അത് ജോവൈക്ക് പോകുന്ന വഴിയാണ് ക്രാങ്ഷുരി വാട്ടർഫാൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്നോങ്പഡിങ് പറയുന്ന ഒരു നല്ലൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടും കൂടി പോകാമെന്ന് വിചാരിച്ചു. ദൗക്കിയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ദൂരമുണ്ട് സ്നോങ്പഡിങ്ങിലേക്ക്. ഇവിടെ എല്ലാവരും അഭിപ്രായം പറഞ്ഞ നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോർഡറിൽ നിന്ന് നേരെ വന്നിട്ട് ഒരു കിലോമീറ്റർ, ബംഗ്ലാദേശ് ബോർഡറിൽ നിന്ന് 1 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാലാണ് ജോവൈ പോകുന്ന വഴി. അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു റൈറ്റ് തിരിവുണ്ട്. അവിടേക്കാണ് സ്നോങ്പഡിങ് എന്ന് പറയുന്ന സ്ഥലം. ഒരു ഡെഡ് എൻഡ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ഡിസംബർ ജനുവരി കാലത്ത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടതാണ്, ദൗക്കിയിൽ ഈ ഡിസംബർ ജനുവരി ടൈമിലാണ് ഏറ്റവും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ഉണ്ടാവുക. അതേമാതിരി തന്നെ സ്നോങ്പഡിങ്ങിലും അതെ കേട്ടോ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ അപ്പോഴാണ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം, സ്നോങ്പഡിങ് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളുടെ കാർ ഇവിടെ നിർത്തി. എന്താ വെച്ചാൽ ഇവിടെ നിന്ന് ദൗക്കിയിൽ നിന്ന് നമ്മൾ ജോവൈ പോകുന്ന വഴിയാണ് സ്നോങ്പഡിങ്. അപ്പോൾ സ്നോങ്പഡിങ് ഇത് ദൗക്കിക്ക് പോകുന്ന വഴി ഞങ്ങളിങ്ങനെ വന്നു. എന്നിട്ട് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജോവൈ, ഇങ്ങോട്ടാണ് നമ്മുടെ സ്നോങ്പഡിങ് എന്ന് പറയുന്നത്. ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അഡ്വഞ്ചർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് സ്നോങ്പഡിങ് എന്ന് പറയുന്നത്. അധികം ആരും പോവാത്തൊരു സ്ഥലം കേട്ടോ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പോകേണ്ട ഒരു മസ്റ്റ് സീ പ്ലേസാണ്. ജസ്റ്റ് 6 കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ആ റൂട്ട് കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ നിർത്തിയാണ്. മുന്നോട്ട് പോട്ടെ കേട്ടോ. അപ്പോൾ അതേ നമ്മളങ്ങനെ വെൽക്കം ടു സ്നോങ്പഡിങ് വില്ലേജ്, പാരഡൈസ് ബൈ ദ റിവർ. അങ്ങനെ സ്നോങ്പഡിങ് വില്ലേജ് എൻ്റർ ചെയ്തു കേട്ടോ. ഇവിടെ നല്ല റെസ്റ്റോറൻറ്റ്സും റിസോർട്ടൊക്കെ ഉണ്ട് കണ്ടോ. നല്ല ഫുഡ് കിട്ടുന്ന റിസോർട്ടും റെസ്റ്റോറൻറ്റ്സൊക്കെ ഇവിടെ ഉണ്ട്. നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വരുന്നവർ ഇവിടെയും കൂടി ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ എന്തായാലും കാണാൻ പോകുന്നുണ്ട് ഇവിടെ എന്താണെന്നുള്ളത്. പാരഡൈസ് ബൈ ദ റിവർ എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് അതിൽ ഉള്ളത് അറിയില്ല. എന്തായാലും റിവറിൽ എന്തൊക്കെയോ ആക്ടിവിറ്റീസാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്, ഈ ഒരു ഗ്രാമത്തിൽ ഉള്ളതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പോയി നോക്കാം എന്തായാലും അല്ലേ മുന്നോട്ട്. അപ്പോൾ ദൂരെ അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു കേട്ടോ. സ്നോങ്പഡിങ് വില്ലേജിലേക്ക് ഒരാൾക്ക് 50 രൂപയാണ് എൻട്രി ഫീസ്. ഈ വില്ലേജിലേക്ക് തന്നെ എൻട്രി ഫീസ് 50 രൂപയാണ്. ഇവിടെ പാർക്ക് ചെയ്യണമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഇവിടെ തന്നെ പാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വില്ലേജിലൂടെ നമ്മൾ പോവാണ്. ഇവിടെ ഞാൻ എൻട്രൻസിൽ ടിക്കറ്റ് കൊടുക്കുന്ന ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസാണ് മെയിനായിട്ട് ഈ റിവറിൽ. റിവർ എത്താറായി. പിന്നെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. ആ ഹാങ്ങിങ് ബ്രിഡ്ജിലോട്ടുള്ള എൻട്രൻസ് ടിക്കറ്റാണ് ഇപ്പോൾ തന്നത്. പിന്നെ അവിടെ പോയിട്ട് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ നമ്മൾ കൊടുക്കണം. കയാക്കിങ്, സ്നോർക്കലിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ സ്നോർക്കലിങ്ങിനൊക്കെ ക്ലിയർ വാട്ടർ വേണം, എങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നാൾ മഴ പെയ്തിട്ട് വാട്ടറൊക്കെ ഭയങ്കര, നമ്മൾ ദൗക്കിയിൽ കണ്ടല്ലോ, ദൗക്കിയിലും വെള്ളം ഇതാണ് എന്താ പറയുക, കലങ്ങിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്നോങ്പഡിങ്ങിലെ ഇപ്പോൾ വില്ലേജിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് പാർക്കിംഗ് തോന്നുന്നത്, എൻഡ് പോയിൻറ്റ്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മളതേ അവിടെ വണ്ടി പാർക്ക് ചെയ്തു. എന്നിട്ട് താഴോട്ട് നടന്നു കേട്ടോ. ജസ്റ്റ് താഴേക്ക് നടക്കുമ്പോൾ തന്നെയാണ് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് നടക്കാൻ. ഈ താഴോട്ട് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ തന്നെയാണ് ഈ പറയുന്ന ഹാങ്ങിങ് ബ്രിഡ്ജ് വരുന്നത്. ബ്യൂട്ടിഫുൾ ബ്രിഡ്ജാണ്. ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ അടിപൊളി ഒരു ബ്രിഡ്ജാണ്. ഇതുണ്ടോ, ഇതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇത് ഉംനോട്ട് റിവറാണ്. ഉംനോട്ട് റിവർ തന്നെ തോന്നുന്നു. This is Umnot River? Umnot River? Yeah. Umnot? Yeah. Umnot River? Yeah. Not Umnot.
Umngot. Yes, Umngot. Yeah, nice to meet you. What is your name? My name is Rijit. Rijit. Yes. And Bankram. Okay. അപ്പോൾ ഇതാണ് ഉംനോട്ട് റിവറിനെയാണ് നമ്മൾ പറയുന്നത് ശരിയല്ലാണ്ടോ, അവർ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ പറഞ്ഞു തന്നു. ഇതേ വലിയൊരു പാലം, ഹാങ്ങിങ് ബ്രിഡ്ജ്, അടിപൊളി. അതിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. ഓ ബ്യൂട്ടിഫുൾ കേട്ടോ, സത്യം പറയാലോ കിഡിലനൊരു ലൊക്കേഷൻ. ഓ അവിടെ നിൽക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീല്, സൂപ്പർ അടിപൊളി. നമുക്കപ്പോൾ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് ഒന്ന് കയറാം അല്ലേ. ഹാങ്ങിങ് ബ്രിഡ്ജ് കയറുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം, ആടുന്നുണ്ട് കേട്ടോ. പേടിയുള്ളവർ പെട്ടെന്ന് കയറാൻ പാടില്ല. ഇതുണ്ടോ, സൂപ്പർ. കാലിടയപ്പെടാതെ ശ്രദ്ധിക്കണം. ഓ എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ, നല്ല പേടിയുണ്ട്. അയ്യോ അപ്പോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് കിട്ടത്. ആടുന്നുണ്ട്. അയ്യോ ആടുന്നുണ്ട്, നല്ല ആട്ടമുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ആട്ടുന്നുണ്ട് കേട്ടോ, ബാക്കിൽ നിന്ന് ഇങ്ങനെ ആട്ടുന്നുണ്ട്. അയ്യോ ഏയ് നോ ഡോണ്ട് ഡു ലൈക്ക് ദിസ്. ആള് നമ്മളെ പേടിപ്പിക്കുന്നുണ്ടോ. നമ്മൾ പതുക്കെ പോവാണ്. എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. ഓ സൂപ്പർ വ്യൂ ഉണ്ടോ. ഓ അടിപൊളി എക്സ്പീരിയൻസ് കിട്ടും. അത് ഒരു രക്ഷയില്ല, നല്ല എക്സ്പീരിയൻസ്. എന്തായാലും അവന്മാർ നമ്മളെ പേടിപ്പിക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ വരുന്നില്ല കേട്ടോ, പേടിച്ചിട്ട്. കാരണം അത്രയും തൂങ്ങുന്നുണ്ട്, നമ്മൾ അത്രയും മുകളിലാണ്. എനിക്കാണെങ്കിൽ ബാലൻസും കിട്ടുന്നില്ല. ഇതുണ്ടോ എന്താ വ്യൂ. ഈ വ്യൂ ഒരു രക്ഷയില്ല, എന്താ പറയുക, നഷ്ടമില്ല കേട്ടോ. ഇങ്ങോട്ട് വന്നതിനുള്ള ഒരു നഷ്ടമില്ല, അത്രയും നല്ല വ്യൂ. ഇതാ താഴെ ഉംനോട്ട് റിവർ. ഈ സൈഡിലും അതെ കിടിലൻ ഒരു വ്യൂ കേട്ടോ, അടിപൊളി. ഇതാ അടിപൊളി ഒരു വ്യൂ. ഇതാ ഇവിടുന്ന് വേറൊരു ഇതിൻ്റെ തന്നെ ഭാഗം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ അതെ ഇതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ നടുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പോവാം അല്ലേ, മുന്നോട്ട് നീങ്ങാം. അപ്പോൾ എന്തായാലും ഞാൻ മുന്നോട്ട് നീങ്ങിയിട്ട് തന്നെ ബാക്കി കാര്യം. എന്തായാലും മുന്നോട്ട് നീങ്ങിയിട്ടേ ഉള്ളൂ, ഫുൾ മുന്നോട്ട് നീങ്ങിയിട്ടേ പോവാം കേട്ടോ. അറ്റം വരെ നമുക്ക് പോയിട്ട് വരാം. എന്തായാലും ഇത്രയും ദൂരം വന്നതല്ലേ, ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് നമ്മൾ ഇത്രയും പേടിച്ചിട്ട് കയറാതിരുന്ന് കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ ഹാങ്ങിങ് ബ്രിഡ്ജ് കയറിയിട്ടുന്ന കാര്യം. ഇതാ നടുക്കെത്തി, ഏകദേശം നടുക്കെത്തി. കുറച്ച് ദൂരം കൂടി ഉണ്ട് കേട്ടോ, നടുക്കല്ല കേട്ടോ, ഒരു ഭാഗം നടുക്കെത്താറായി. ഇതാ ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. എന്തായാലും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആട്ടോ. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാണാനുണ്ട് സ്നോങ്പെഡിങ്ങിലെ. ഹായ് ഓക്കെ. അപ്പോൾ ഈ ആക്ടിവിറ്റീസാണ് പ്രധാനമായിട്ടും ഇവിടെ. പിന്നെ എനിക്കിത് എൻജോയ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു തന്നെ കേട്ടോ. എനിക്ക് ആക്ടിവിറ്റീസിനേക്കാളും കൂടുതൽ ഈ ഒരു പ്രകൃതി ഭംഗി, ഇതാ ഈ ഒരു പുഴയുടെ ഈ ഒരു ഭംഗി തന്നെയാണ് എനിക്ക് എൻജോയ് ചെയ്യാൻ സാധിച്ചത്. അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ് നമുക്ക് തന്നത്. ഇതാ ഇതന്നെ ഒരു ആക്ടിവിറ്റിയാണ് ആക്ച്വലി. ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നത് തന്നെ ഒരു ആക്ടിവിറ്റിയാണ്, നല്ലൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ. ഇതാ ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് കൂടെ നമുക്ക് ഇത് കണ്ടോ, ദൂരെ ഈ വഴി പുഴ കടന്നു വരുന്നത് കണ്ടോ. ഇതന്നെ വലിയൊരു ആക്ടിവിറ്റി. അവിടെ കുറേ സഞ്ചാരികളൊക്കെ നിൽക്കുന്നുണ്ട് കണ്ടോ. അതേ അവിടെ ആക്ടിവിറ്റീസിന് വേണ്ടി നിൽക്കുകയാണ് അവർ. ഒരുപാട് ആക്ടിവിറ്റീസ്, കയാക്കിങ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ സ്നോങ്പെഡിങ്ങിൽ. ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഇതേ അവിടെ വെള്ളാരം കല്ല് കൊണ്ടുള്ളൊരു കൂടാരം പോലെ എന്തൊരു ഭംഗിയാണ്. വൈറ്റ് കളറിൽ കാണുന്നില്ലേ, അത് മൊത്തം വെള്ളാരം കല്ലാണ്. സൂപ്പർ അടിപൊളി. ഞാനങ്ങനെ പതുക്കെ ഈ ഇതിലൂടെ ഒറ്റയ്ക്ക് നീങ്ങാം കേട്ടോ, ആരുമില്ല. എനിക്ക് പേടിയാവുന്നുണ്ട്, എങ്കിലും മുന്നോട്ട് നീങ്ങുക. ഏത് പ്രതിസന്ധിയിലും യാത്രകൾക്കും ഒക്കെ പ്രചോദനമാവുന്നത് ആ ഒരു ധൈര്യം തന്നെയാണ് അല്ലേ. അതോടുകൂടി മുന്നോട്ട് നീങ്ങുക. യാത്രകൾ എന്നും നമുക്ക് നല്ല നല്ല അനുഭവങ്ങളാണ് തരുന്നത്. നല്ലതും ചീത്തയും എല്ലാം തരും. അപ്പോൾ അതിൽ നല്ലത് മാത്രം എടുക്കുക, ചീത്ത നമ്മൾ ക്ഷമിക്കുക, ഇത്ര തന്നെ. അങ്ങനെ പോവുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ റിവർ ക്രോസ് ചെയ്ത് അപ്പുറത്തെത്താൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നവർക്കെല്ലാം ഈ ഭംഗിയും കാണാമല്ലോ ഒപ്പം.
ഈ ഒരു റിവറിൻ്റെയും എല്ലാം ഭംഗി കാണാമല്ലോ. എന്തായാലും ജീവിതത്തിൽ ഇതൊക്കെ കാണാൻ സാധിച്ചാൽ വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഇത്രയും സ്ഥലങ്ങൾ മേഘാലയയിൽ വന്നിട്ട് കാണാൻ സാധിച്ചാൽ എത്ര സന്തോഷമുണ്ട് അറിയോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ നീങ്ങുകയാണ് സുഹൃത്തുക്കളെ, നീങ്ങുകയാണ്. ഇതിൻ്റെ രണ്ട് മലനിരകൾക്കിടയിലൂടെ വരുന്ന പുഴയാണ് ഇതും. അതെ, വേറൊരു സൈഡിൽ നിന്ന് പോകണം. ഇതിൻ്റെ ട്രിബ്യൂട്ടറിയാണ് തോന്നുന്നു. ഇത് വേറൊരു സൈഡിൽ നിന്നാണ് വരുന്നത് ആക്ച്വലി. രണ്ടും കൂടി ഒരു പുഴയല്ല, രണ്ട് പുഴയും കൂടി ഇവിടെ ജോയിൻ ആവും. ഇത് ഇവിടെ വന്ന് ജോയിൻ ചെയ്യും. പണ്ട് ഇവിടെ വേറൊരു പാലം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്, ഈ പാലം അല്ലാതെ. എന്തായാലും ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്, അഡ്വഞ്ചർ ടൂറിസ്റ്റിന് പറ്റിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ നമ്മളിതേ അപ്പുറത്ത് എത്താറായി കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ ഞാനിങ്ങോട്ട് എത്തിയിട്ടോ. ഇത്രയും ഇതാണ് എന്താ പറയുക, നാരോ ആയിട്ടുള്ള കമ്പികളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ചവിട്ടി ബാക്കിൽ അടിയിലോട്ട് വീഴുന്ന പോലെ തോന്നുന്നുണ്ടോ. അത്രയും ഇതാണ്, പേടിയാവും നമുക്ക് സത്യം പറഞ്ഞാൽ. ശീലമില്ലാത്തവർക്ക് ഇതിലൂടെ ഇവിടെ ഇവന്മാരൊക്കെ ഓടുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉള്ള ആളുകളൊക്കെ ഓടുന്നുണ്ട്, അവർക്കൊന്നൊരു പ്രശ്നമില്ല. എന്തായാലും ഞാൻ തിരികെ പോട്ടെ. ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കാണാൻ. ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കാട്ടിലൂടെ ഒരു നടത്താം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ ഇത് ക്രോസ് ചെയ്യണമെന്ന് വിചാരിച്ചു. ക്രോസ് ചെയ്തു കേട്ടോ. കുറച്ച് പേടിയുണ്ടായിരുന്നു നടുവെത്തിയപ്പോൾ. ക്രോസ് ചെയ്തു എന്തായാലും. അപ്പോൾ എന്തായാലും വന്ന് കണ്ട് ആസ്വദിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് സ്നോങ്പഡിങ്. തിരിച്ച് അങ്ങോട്ട് നടക്കാം, ഈ പാലം അങ്ങോട്ട് ക്രോസ് ചെയ്യാം അല്ലേ. അപ്പം ഞാനേ ആ പാലമൊക്കെ തിരിച്ച് കടന്ന് ഇവിടെ താഴേക്ക് വന്നു. ഇതാ പാലം കടന്ന് വന്ന് ഇങ്ങനെയാണ് കണ്ടോ, ഇങ്ങനെ വന്നു. ഇതിലൊരു വഴിയുണ്ട്, താഴേക്ക് വന്നു. വന്നപ്പോഴാണ് ഇത് കണ്ടോ, ടെൻ്റ് അടിച്ച് കിടക്കുന്നുണ്ട് കണ്ടോ. ഇവിടെ ടെൻറ്റിങ് ഉണ്ട്, രാത്രി സ്റ്റേ ചെയ്യാം ടെൻ്റ് അടിച്ചിട്ട്. ഒരുപാട് ടെൻറ്റുകളുണ്ട് അവിടം വരെ ടെൻറ്റുകളുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി നോക്കാം. നമുക്കിവിടെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതായത് കയാക്കിങ്, ബോട്ടിങ്, സ്നോർക്ലിംഗ് ഒക്കെ ഉണ്ട്. സ്നോർക്ലിംഗ് ഇപ്പോൾ ഇല്ല കേട്ടോ, കാരണം നല്ല ഒഴുക്കുണ്ട്. ഇന്നലെ മഴയായിരുന്നല്ലോ എല്ലാവിടെയും. ഇവിടെ വന്നപ്പോൾ ചൂടാണ് കേട്ടോ ക്ലൈമറ്റ്. നമ്മൾ ചിറാപുഞ്ചി മോസിൻഡ്രാം പോലെ നല്ല മഴയുള്ള ഇതല്ല. അപ്പോൾ നല്ല ചൂടുണ്ട്. എന്തായാലും ഇതൊക്കെയാണ്. അതാ നമ്മൾ പോയ ബ്രിഡ്ജ്, സൂപ്പർ ഒരു വ്യൂ കേട്ടോ ബ്രിഡ്ജിൻ്റെ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഞാൻ ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങി നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. ഇതേ ഒരു വ്യൂ കേട്ടോ. നല്ല ഒഴുക്കുണ്ട്, കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് നല്ല ഒഴുക്കാണ്. പക്ഷേ ഈ വെള്ളാരങ്കള്ളികളുടെ ഒരു ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. ദേ ആ സൈഡിൽ നിറച്ച് തുണികൾ ഉണക്കാണ്ടിരിക്കുകയാണ്. ഇവിടെ സഞ്ചാരികൾക്കായിട്ട് ബോട്ടിങ് കാര്യങ്ങളുണ്ട്, അത്ര തന്നെ. പിന്നെ ദേ കാണുന്ന മലകളുടെ ഒരു ഭംഗി, അത് നേരിട്ട് കാണണം കേട്ടോ. കാരണം ഈ ക്യാമറയിൽ അത്രത്തോളം പതിയില്ല, നേരിട്ട് കാണേണ്ട ഒരു ഭംഗി തന്നെയാണ്. ഹായ് ഹായ് ഹലോ ഹായ്, നാം ക്യാ ഹേ? അർവൺ കി. ഓക്കെ. പയ്യൻ പാവം അവിടെ അങ്ങനെ നിൽക്കുമായിരുന്നു. ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നത് നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചു പോകാം അല്ലേ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സ്നോങ്പഡിങ്ങിൽ നിന്ന് ഇറങ്ങി. ഈ വീഡിയോയിൽ കാണിച്ചു തന്ന സ്നോങ്പഡിങ് ഇറ്റ് വാസ് വർത്ത് വിസിറ്റിംഗ്. അതായത് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി നല്ല ഒരു സ്ഥലം. സ്നോങ്പഡിങ് വില്ലേജ് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആയ കയാക്കിങ്, സ്നോർക്ലിംഗ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ജനുവരി അല്ലെങ്കിൽ ഡിസംബർ ടൈമിൽ അങ്ങോട്ട് വരണം. അപ്പോൾ ഇവനവിടെ വന്നില്ല. ശരിക്കും പറഞ്ഞാൽ ബ്രിഡ്ജിലൂടെയൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ പയ്യന്മാരൊക്കെ സിമ്പിളായിട്ട് നടന്നു പോകുന്നത് കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഒരുപാട് എൻജോയ് ചെയ്തു സ്നോങ്പഡിങ് വില്ലേജ്. അപ്പോൾ ഈ സ്നോങ്പഡിങ്ങിൽ നിന്ന് ഞങ്ങളിപ്പോൾ നേരെ ഇനി ജോവൈ എന്ന് പറയുന്ന ആ സ്ഥലം വഴി ക്രാങ്സൂരി വാട്ടർഫോൾസ് ഞങ്ങൾ പോയില്ല. ക്രാങ്സൂരി വാട്ടർഫോൾസ് ഈ റൂട്ടിലാണ്. ഈ റൂട്ട് വഴി നമുക്ക് ഷില്ലോങ്ങിലേക്കും പോകാം, ഗുവാഹട്ടി എയർപോർട്ടിലേക്കും പോകാം. അപ്പോൾ എൻ്റെ ഈ മേഘാലയ ട്രിപ്പ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ജോവൈ ടൗൺ എത്താറായി. അപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തിയതാണ്. അപ്പോൾ ഞാൻ മാക്സിമം മേഘാലയ എന്നെ കൂടെ ആവുന്ന പോലെ എല്ലാം എക്സ്പ്ലോർ ചെയ്തു. ഇവനൊക്കെ ഇനി എക്സ്പ്ലോർ ചെയ്യാം. ഇവൻ ഗുവാഹട്ടി തന്നെ ആണല്ലോ, അതുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാം. ഞാനെന്തായാലും ഇനി
വരുന്നുണ്ട്. നാഗാലാൻഡും ഒക്കെ കാണുന്നുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ഒരുപാട് ബംഗ്ലാദേശ് ബോർഡറൊക്കെ കണ്ടത് വലിയൊരു ഡ്രീമായിരുന്നു എൻ്റെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ സ്നോങ്പുഡിങ്ങിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മേഘാലയ ട്രാവൽ സീരീസും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഞാൻ സാധാരണ ട്രാവൽ സീരീസ് ചെയ്യാത്ത ഒരാളായിരുന്നു, പക്ഷേ എനിക്ക് ഈ സ്ഥലങ്ങളെല്ലാം ചെയ്തതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ബിക്കോസ് ഒരുപാട് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റി ഈ 4 ദിവസം കൊണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വരുന്നവരൊക്കെ കാർ എടുത്തിട്ട് വരിക. ബൈക്കിൽ 2 വീലറിൽ വരുന്നേക്കാൾ നല്ല കാറിൽ വരികയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഒപ്പം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും ഫോളോ ചെയ്യുക, എല്ലാ സംഭവങ്ങളും ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോവാണ്, എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പോൾ അടുത്തൊരു കിളിയർ വീഡിയോ ആയിട്ട് നാട്ടിൽ പോയിട്ട് ഇനി വീഡിയോസ് തുടരുന്നതായിരിക്കും, സിനിമ ലൊക്കേഷൻ വീഡിയോസൊക്കെ തുടരുന്നതായിരിക്കും. അതുവരേക്കും കൃഷ്ണകുമാറേ ഗുഡ് ബൈ. കൃഷ്ണകുമാറിനെ ഇനി കാണില്ല കേട്ടോ. അതെ, ലീവിന് വരുമ്പോൾ കാണും, പക്ഷേ ഇനി ട്രാവൽ വീഡിയോസിൽ കാണുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.